ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ഏതൊരു കാര്യങ്ങൾ എടുത്താലും തടസ്സമാണ്, നമ്മൾ പോകുന്ന കാര്യങ്ങളെല്ലാം പരാജയത്തിലേക്കാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, സമാധാനമില്ല, കുടുംബത്തിൽ കയറി ചെന്നാൽ അവിടെ ഒരു സ്വസ്ഥതയില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു താന്ത്രിക രീതിയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അതിനു വേണ്ടിയുള്ള ആ ഒരു തത്രപ്പാടിലായിരിക്കും നമ്മൾ എല്ലാവരും ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭങ്ങളിൽ പലതരത്തിലുള്ള പരാജയങ്ങൾ നമ്മൾ നേരിടേണ്ടി വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ചിലരെങ്കിലും വിചാരിക്കും, ഞാൻ ഇന്ന് പോകുന്ന ഈ കാര്യം എനിക്ക് ശരിയായി കിട്ടുകയാണെങ്കിൽ, ചിലർക്ക് ഇൻ്റർവ്യൂവിന് പോകണമെന്നുണ്ടാകും, ചിലർക്ക് പണ ആവശ്യങ്ങൾക്കായിട്ട് പോകണമെന്നുണ്ടാകും, ചിലർക്ക് വിവാഹം സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു പെണ്ണുകാണൽ ചടങ്ങിനായിട്ടോ പോകണമെന്നുണ്ടാകും, ചിലർക്കാകട്ടെ വിദേശയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെയും ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും. ചിലർക്ക് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് തൊഴിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പോവുകയായിരിക്കും. ബിസിനസ്മാൻ ആണെങ്കിൽ ഒരു ബിസിനസ് മീറ്റപ്പിന് വേണ്ടി പോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാകും. ഇതെല്ലാം തന്നെ നമ്മൾ പോകുന്ന കാര്യങ്ങൾ നമുക്ക് വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വശ്യപ്പെട്ടു വരികയാണ് വേണ്ടത്. ഇതിനായി കാലാകാലങ്ങളായി ഒരുപാട് പേർ പല രീതിയിലുള്ള വശ്യരീതികൾ പ്രയോഗിച്ചു വന്നിട്ടുണ്ട്. വശ്യരീതി എന്ന് പറയുന്ന സമയത്ത് പലർക്കും ഇപ്പോൾ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും, ഇതെല്ലാം ബ്ലാക്ക് മാജിക് അല്ലേ എന്ന്. ഒരിക്കലുമല്ല. വശ്യരീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനാണോ നമ്മൾ തേടിപ്പോകുന്നത് ആ കാര്യം നമുക്ക് അനുകൂലമായിട്ട് മാറുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ വശ്യരീതികൾ പ്രയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വശ്യരീതിയെക്കുറിച്ചാണ് ഇന്ന് കാണുവാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ഒരു പൗർണമി ദിവസമാണ്. ഇത് പ്രധാനമായും താന്ത്രികങ്ങളിൽ പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ചെയ്യാം. ഇത് ഒരൊറ്റ ദിവസം ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലും അതെല്ലാം തടസ്സമില്ലാതെ മാറിക്കിട്ടുവാൻ സഹായിക്കുന്ന ഒന്നായി മാറുന്നതായിരിക്കും. തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്നത് വിനായക ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള വിനായക ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് കറുകപ്പുൽ എന്ന് പറയുന്നത്. ഈ കറുകപ്പുൽ വച്ചുള്ള ഒരു വശ്യമയ്യാണ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് കറുകപ്പുൽ ആവശ്യമാണ്. കറുകപ്പുൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് വെച്ചിരിക്കുന്ന കറുകപ്പുൽ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 10 രൂപ കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് ഒരു പൗർണമി ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ പൗർണമി ദിവസത്തിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുക. ഈ ഒരു ദിവസം മാത്രം നിങ്ങൾ ശുദ്ധമായിരിക്കണം. നോൺ വെജ് കഴിച്ചിരിക്കരുത്. പീരിയഡ്സോ പുലവാലായ്മയോ ഉണ്ടെങ്കിൽ ഈ ഒരു താന്ത്രികം നിങ്ങൾ ചെയ്യരുത്. മറിച്ച് ഇനി വരുന്ന പൗർണമി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നെയ്യൊഴിച്ച് ദീപം തെളിയിച്ചു വെച്ചിട്ടുണ്ട്. ആ ദീപത്തിന് മുന്നിലിരുന്ന് നമുക്ക് എന്തെല്ലാം മന്ത്രങ്ങൾ അറിയാമോ, ലക്ഷ്മി ദേവിയുടെയും വിനായക ഭഗവാന്റെയും മന്ത്രങ്ങളെല്ലാം ജപിച്ച് പ്രാർത്ഥിച്ച് പൂജകളെല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ കറുകപ്പുല്ല് ആ ദീപത്തിലേക്ക് കാണിക്കാം. അതിന് താഴെയായിട്ട് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു മൺവിളക്കോ നമുക്ക് പിടിക്കാവുന്നതാണ്. കാരണം ആ കത്തിക്കരിഞ്ഞു വരുന്ന ആ ഒരു കറുകപ്പുല്ലിൻ്റെ ചാമ്പലാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ വശ്യമയി തയ്യാറാക്കുവാനായിട്ട് വേണ്ടത്. അതിനാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ചാമ്പൽ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ കത്തിക്കരിഞ്ഞ കറുകപ്പുല്ലിൻ്റെ ചാമ്പലിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് ഒരു മൈ രൂപത്തിലാക്കാം. അപ്പോൾ നമുക്ക് എത്രമാത്രം ആവശ്യമാണ് എന്ന് നമുക്കിതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. കുറച്ച് അധികം തന്നെ നമുക്ക് കറുകപ്പുൽ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു മൈ രൂപത്തിൽ കലക്കി ഒരു ചെറിയ പാത്രത്തിൽ, നമുക്കെല്ലാം ജവ്വാദ് പൗഡർ വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയ ഡപ്പ കിട്ടും, ആ പാത്രത്തിലിട്ട് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു തുള്ളി ജവ്വാദ് പൊടി ഉണ്ടെങ്കിൽ കലർത്തി വെക്കാവുന്നതാണ്. ഈ വശ്യമയ്യാണ് നമ്മൾ ഏതൊരു കാര്യങ്ങൾക്ക് പോകുമ്പോഴും നമ്മൾ തൊട്ടതെല്ലാം പൊന്നാക്കുവാനായിട്ടും നമ്മുടെ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടുവാനായിട്ടും നമുക്ക് പ്രയോഗിക്കേണ്ട ഒന്നായി വരുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ഏതൊരു കാര്യത്തിന് പോവുകയാണെങ്കിലും, ശുഭകാര്യങ്ങൾ എന്താണെങ്കിലും, അല്ല ഒരു ചെറിയ കാര്യമാണ് അല്ലെങ്കിൽ വലിയൊരു ഡീലിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടി പോവുകയാണ്, അതുമല്ല ഒരുപാട് നാളത്തെ ആഗ്രഹം നിറവേറി കിട്ടുവാനായിട്ട് പോവുകയാണ്, ആ കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളാണെങ്കിലും, അല്ല വേറെ എന്തൊരു ജോലിക്ക്
ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും നമുക്ക് കുളി കഴിഞ്ഞ് ഈ ഒരു മൈയിൻ്റെ ഒരു ചെറിയ ഒരു കയ്യിലാക്കിയിട്ട് അതിന് നമ്മുടെ നെറുകയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ചെറുതായിട്ട് ഒരു പൊട്ടിൻ്റെ വലിപ്പത്തിൽ മാത്രം നമുക്ക് മതിയാകുന്നതാണ്. ചെറുതായിട്ട് അതിനെ എടുത്ത് നമ്മുടെ നെറുകയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ നിത്യവും ചെയ്യുക. ഇത് കുളിച്ച് പൂജാമുറിയിൽ കയറണമെന്നൊന്നുമില്ല. ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ ശുദ്ധമായിരിക്കേണ്ടത്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ആ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നതിൻ്റെ സ്ഥലത്ത് വെക്കാം. നമ്മൾ എപ്പോഴെല്ലാം പുറത്തേക്ക് പോകുന്നു ആ സന്ദർഭങ്ങളിലെല്ലാം ഇതിൻ്റെ ഒരു മൈ നെറുകയിൽ കുറച്ച് തേച്ച് പിടിപ്പിച്ച് പോകാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇങ്ങനെയുള്ള ഒരു താന്ത്രിക മൈ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആരോടും നിങ്ങൾ പറയരുത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കും തോറും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഇല്ലാതാകുകയും മാത്രമല്ല, ഈ മൈ മുഖാന്തരം നമ്മുടെ ജീവിതത്തിലെ ദൃഷ്ടിദോഷം, ശത്രുദോഷം, മാനസിക സംഘർഷങ്ങൾ, അതുപോലെ തന്നെ പക എന്നിവയെല്ലാം മാറിപ്പോകുന്നത് നമുക്ക് ഇത് തുടർച്ചയായി ഉപയോഗിക്കുന്നതിലൂടെ അടുത്തറിയുവാൻ സാധിക്കുന്നതായിരിക്കും. കാരണം അത്രയും ഫലം തരുന്ന ഒരു വശ്യമയ്യാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് കൊടുക്കരുത്. കാരണം ഇത് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ലക്ഷ്മി ദേവിയുടെയും വിനായക ഭഗവാന്റെയും അനുഗ്രഹത്തോടു കൂടി ഉണ്ടാക്കി എടുത്ത ഒരു വശ്യമയ്യാണ്. നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ഈ ഒരു മയ്യിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. കാരണം ആ മൈ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും തോറും അതിൻ്റെ ഫലം ഇല്ലാതായി പോകുകയും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാൻ കുറച്ച് കാലതാമസം എടുക്കുകയും ചെയ്യുന്നതായിരിക്കും. ചിലർ ഇപ്പോൾ തന്നെ പറയും ഇതെല്ലാം വെറുതെ അല്ലേ മാഡം എന്ന്. ഒരിക്കലുമല്ല. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളും പരിപൂർണമായ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയും വിനായക ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും. താൻ പാതി ദൈവം പാതി എന്നാണ് ചൊല്ല്. നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി ജീവിതത്തിൽ ആവശ്യമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ാണ് നമ്മൾ ഇതുപോലുള്ള താന്ത്രികങ്ങളും വശ്യരീതികളും പൂജകളും വഴിപാടുകളും എല്ലാം ചെയ്തു നോക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് 100% ഫലം തരികയുള്ളൂ. അതല്ലാതെ ഇത് ചെയ്തു നോക്കാം, ഇത് ചെയ്താൽ എനിക്ക് ഫലം വന്നു ചേരുമോ, ഇത് ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു ചേരുമോ എന്നുള്ള 1000 സംശയത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ, ഇതുപോലുള്ള ഏതൊരു കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം ചെയ്യുന്നത്. ഒരിക്കലും നമുക്ക് അതിനുള്ള ഫലങ്ങൾ നമ്മളെ തേടി എത്തുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഇനി ഒരു പക്ഷേ ഈ മൈ നിങ്ങൾക്ക് തീർന്നു പോയിട്ടുണ്ടെങ്കിലും അടുത്ത പൗർണമി തിഥിയിൽ നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം അല്ലെങ്കിൽ ഈ ഒരു വശ്യമായി തയ്യാറാക്കി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഈ ഒരു മൈ നമ്മൾ തുടർച്ചയായി ഉപയോഗിക്കുന്നതിലൂടെ മാറിപ്പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ തുടർച്ചയായി ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു വരുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പേർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അവർ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇതുപോലുള്ള വീഡിയോകൾ എത്തിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.